ദൈവത്തിന് മഹത്വം. എഫേസ്യ ലേഖന പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുന്നു. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണം എഫെസോസിലുള്ള വിശ്വാസികളുടെ ദൈവത്തിലുള്ള അവരുടെ അടിയുറച്ച വിശ്വാസവും അതുപോലെ തന്നെ അവർ സഹോദരങ്ങളോട് കാണിക്കുന്ന സ്നേഹവും നിമിത്തമാണ്. എഫെസോസിലുള്ള ദൈവമക്കളെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ 2 തെളിവുകളാണ്. ഒന്ന്, അവർക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ മറ്റ് വിശുദ്ധന്മാരോട് അവർ കാണിക്കുന്ന സ്നേഹവും. ദൈവം അവരെ നിത്യമായി തിരഞ്ഞെടുത്തുവെന്നും തന്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം അവരെ ദത്തെടുത്തുവെന്നും അതുപോലെ തന്നെ യേശുവിനാൽ അവരെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തുവെന്നും അതുപോലെ തന്നെ അവകാശത്തിനു വേണ്ടി ദൈവം അവരെ വീണ്ടും ജനിപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു എന്നുള്ളതിന്റെ തെളിവാണ് അവർക്ക് യേശുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അവർ സഹോദരന്മാരോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് കാണിക്കുന്ന സ്നേഹവും. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവായ അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നത്. എഫെസോസിലുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരുപാട് എതിർപ്പുകൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിൽ അവർ പല പ്രശ്നങ്ങളിൽ കൂടി അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. എങ്കിലും അവർ കർത്താവിനുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിന് അവരെ സഹായിച്ചത് ദൈവത്തിലുള്ള ആ വിശ്വാസമാണ്. ആ ദൈവം അവരെ തിരഞ്ഞെടുത്തു എന്നതുകൊണ്ടാണ്. എഫെസോസ് പട്ടണം എന്നുള്ളത്, ആ പട്ടണത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എല്ലാ രീതിയിലുമുള്ള അസാൻമാർഗികമായ ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു. പ്രത്യേകിച്ച് വിഗ്രഹാരാധനയും അതുപോലെ തന്നെ മറ്റ് ജാതീയ ദൈവങ്ങളുടെ പേരിലുള്ള അസാൻമാർഗികമായ ആരാധന രീതികളുമൊക്കെ നിറഞ്ഞിരുന്ന ഒരു പട്ടണത്തിൽ അവിടെ കർത്താവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു സംഗതിയായിരുന്നു. എങ്കിലും അവർ ഈ പ്രതിസന്ധികൾക്കിടയിലും കർത്താവിലുള്ള വിശ്വാസം അവർ വിട്ടുകളഞ്ഞില്ല. ആ വിശ്വാസത്തിൽ അവർക്ക് നിൽക്കുവാൻ സാധിച്ചു. അത് ദൈവം അവരെ നിത്യമായി രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ്. ഓർക്കുക, അവരുടെ വിശ്വാസം എന്നുള്ളത് എഫെസോസിലുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ അവർ സ്വയപ്രയത്നത്താൽ നേടിയെടുത്ത ഒരു കാര്യമല്ല. പിന്നെയോ ആ ക്രിസ്തുവിലൂടെ അടിയുറച്ച വിശ്വാസം എന്നുള്ളത് ദൈവം അവർക്ക് ദാനമായി നൽകിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ദൈവം അവർക്ക് നൽകിയ വിശ്വാസം അത് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവം അവർക്കായി ഒരുക്കിയ ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോൾ ദൈവിക തിരഞ്ഞെടുപ്പിന്റെ തെളിവാണ് ഒരു വ്യക്തിയുള്ള അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ ഒരു വ്യക്തിക്കുള്ള വിശ്വാസം എന്നുള്ളത്. ലോകത്തെല്ലായിടത്തും ക്രിസ്ത്യാനികൾ ആ യേശുവിലുള്ള വിശ്വാസം നിമിത്തം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അനേക ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസ നിമിത്തം പല രീതിയിലുള്ള കഷ്ടതകളിൽ കൂടിയും പീഡനങ്ങളിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. സ്വന്തം കുടുംബത്തിൽ നിന്നും സ്നേഹിതരിൽ നിന്നും സമൂഹത്തിൽ നിന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങളും എതിർപ്പുകളും ഒക്കെ തങ്ങളുടെ വിശ്വാസ നിമിത്തം നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ അനേക ദൈവമക്കളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികളുടെ എല്ലാം മധ്യത്തിൽ ഒരു വ്യക്തിക്ക് ആ യേശുവിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് ദൈവം നൽകിയ വിശ്വാസം നിമിത്തമാണ്. അല്ലെങ്കിൽ ദൈവം ദാനമായി നൽകിയ വിശ്വാസമാണ് ഒരു വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം അവനെ സഹായിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തുവെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കടന്നു വന്നാലും ദൈവം ദാനമായി നൽകിയ വിശ്വാസം നിമിത്തം അവന് തന്റെ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും. അപ്പോൾ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരു വ്യക്തിയെ നിലനിർത്തുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ആ ദൈവത്തിലുള്ള വിശ്വാസം എന്നുള്ളത് സ്വന്തം പ്രയത്നത്താൽ നേടിയെടുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ
പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവന് ദൈവത്തിലുള്ള ആ ആശ്രയത്തിൽ നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു വ്യക്തിക്ക് പ്രതിസന്ധികളുടെ മധ്യത്തിലും കർത്താവിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്നത് അവന്റെ വിശ്വാസം ദൈവത്തിന്റെ ദാനമായതുകൊണ്ടാണ്. കാരണം മാനുഷികമായി നമ്മൾ നേടിയെടുക്കുന്നതൊന്നും അത് നിലനിൽക്കുന്നതല്ല. എന്നാൽ ദൈവം നൽകുന്നതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ആ കർത്താവിലുള്ള ആശ്രയത്തിൽ നമുക്ക് മുറുകെ നിൽക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, അതിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം വിശ്വാസത്തെ നമുക്ക് ദാനമായി നൽകിയതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം എന്നുള്ളത് നാം സ്വയം നേടിയെടുക്കുന്ന ഒരു കാര്യമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവവുമായി ബന്ധപ്പെടുവാൻ തക്കോണം ദൈവം നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. സ്വന്തം പ്രയത്നത്താലോ സ്വന്തം കഴിവിനാലോ ദൈവവുമായി ഒരു ബന്ധത്തിലേക്കോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുവാനോ നമുക്ക് സാധിക്കത്തില്ല. ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഏക മാർഗം അത് ദൈവം നമുക്ക് ദാനമായി നൽകിയ വിശ്വാസമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ വിശ്വാസത്തിന്റെ നായകൻ അത് കർത്താവായ യേശുവാണ്. ഇവിടെ നായകൻ എന്ന വാക്കിന്റെ അർത്ഥം നിർമ്മിച്ചവൻ, സൃഷ്ടാവ് എന്നൊക്കെയാണ്. അപ്പോൾ വിശ്വാസത്തെ സൃഷ്ടിക്കുന്നതും ആ വിശ്വാസം നമുക്ക് ദാനമായി നൽകുന്നതും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പൂർത്തി വരുത്തുന്നതും കർത്താവായ യേശുക്രിസ്തുവാണ്. ഒരു വ്യക്തിക്ക് തന്റെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നത് അവനിലുള്ള വിശ്വാസം അത് ദൈവം അവന് ദാനമായി നൽകിയത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന നമ്മുടെ വിശ്വാസവും ആ രക്ഷയിൽ നിലനിർത്തുന്നതായ നമ്മളുള്ള വിശ്വാസവും അതൊക്കെ ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം ഇതിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ജീവനായകനെ കൊന്നുകളഞ്ഞു. ഓതർ ഓഫ് ലൈഫ് എന്ന് നമുക്ക് അവിടെ ഇംഗ്ലീഷിൽ കാണുവാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ തന്നെയാണ് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഓതർ ഓഫ് ലൈഫ് എന്നുള്ളതിന് പകരം ഓതർ ഓഫ് ഫെയ്ത്ത് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജീവനായകനെ കൊന്നുകളഞ്ഞു എന്നുള്ളത് അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആ വാക്കിനെ നാം പരിശോധിക്കുമ്പോൾ ജീവന്റെ ഉറവിടം അല്ലെങ്കിൽ ജീവന്റെ ദാതാവ്, ജീവന്റെ സൃഷ്ടാവ് എന്നൊക്കെയാണ് ജീവനായകൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ദാതാവ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ സൃഷ്ടാവ് അത് ക്രിസ്തുവാണ് എന്നുള്ളതിനെയാണ് ആ വിശ്വാസത്തിന്റെ നായകൻ എന്ന വാക്ക് കാണിക്കുന്നത്. അപ്പോൾ ജീവനായകൻ എന്ന് പറഞ്ഞാൽ ജീവനെ നൽകുന്നവൻ, വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ നൽകുന്നവൻ. അപ്പോൾ യേശുവാണ് വിശ്വാസത്തെ ഒരു വ്യക്തിക്ക് ദാനമായി നൽകുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ് വരുന്നത്. വിശ്വാസം നമ്മൾ തന്നെ ഉളവാകുന്നതല്ല. ആ കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളിലേക്ക് ആ ക്രിസ്തുവിലുള്ള വിശ്വാസം പകരപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ദൈവം നമ്മളിലേക്ക് തന്റെ വചനത്തിൽ കൂടി ദാനമായി നൽകുന്നതാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. എന്തിനാണ് ദൈവം നമുക്ക് വിശ്വാസത്തെ നൽകിയത്? എന്തിനാണ് ദൈവം ഈ വിശ്വാസം എന്ന സംഗതിയെ സൃഷ്ടിച്ചത്? ഒരു മനുഷ്യന് ദൈവവുമായി ബന്ധപ്പെടുവാനും ആ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുവാനും ദൈവം അവന് ദാനമായി നൽകിയ വിശ്വാസം ആവശ്യമാണ്. അല്ലെങ്കിൽ വിശ്വാസം എന്ന ഒരു മീഡിയത്തിൽ കൂടിയാണ് നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അവിടെ പറയണം എന്റെ നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അവനെ നീതിമാനാക്കി തീർക്കുമ്പോൾ അവന് മുമ്പോട്ട് ജീവിക്കുവാൻ ആ ക്രിസ്തുവിൽ അവന് അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയത്തിൽ അവനെ നിലനിർത്തുന്നത് ദൈവം അവന് നൽകിയ വിശ്വാസമാണ്. അപ്പോൾ ദൈവം നമുക്ക് വിശ്വാസത്തെ ദാനമായി നൽകിയത് ദൈവത്തിന് പ്രസാദമായ ഒരു ജീവിതം നയിക്കുവാനും ദൈവത്തിലുള്ള ആശ്രയത്തിൽ മുൻപോട്ട് പോകുവാനും തക്കവണ്ണമാണ്. നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത് അത് ദൈവമാണ്. അത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പ്രതിസന്ധികളുടെ മധ്യത്തിലും ഇന്ന് നമുക്ക് വിശ്വാസം നഷ്ടപ്പെടാതെ നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം ദൈവം ആ വിശ്വാസം നമുക്ക് ദാനമായി തന്നതുകൊണ്ടാണ്. 2 കൊരിന്ത്യർ 5:7 പറയുകയാണ്: കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി
ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നത് വിശ്വാസത്താലാണ്, ആ ദൈവവുമായി ബന്ധപ്പെടുന്നത് വിശ്വാസത്താലാണ്. അതുപോലെ തന്നെ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം നൽകിയ വിശ്വാസത്താലാണ് ഈ ഭൂമിയിലുള്ള തന്റെ ജീവിതം ജീവിച്ചു തീർക്കുന്നത്. അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ അവൻ ഉറച്ചു നിൽക്കണമെങ്കിൽ, അതിനെ മറികടക്കണമെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കണമെങ്കിൽ ദൈവം ദാനമായി നൽകിയ വിശ്വാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ടിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ സാധിക്കും: ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കാണ്, അല്ലെങ്കിൽ യേശുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ വരുന്ന ഏത് കഷ്ടതകളെയും മറികടക്കുവാനുള്ള കഴിവുകൂടി ദൈവം അവന് ദാനമായി നൽകിയിരിക്കണം, വരം നൽകിയിരിക്കുന്നു. അതൊരു ഗിഫ്റ്റാണ്. അപ്പോൾ കഷ്ടതകളെ മറികടക്കുക എന്നുള്ളത് ഒരു ഗിഫ്റ്റാണ്. അത് ചെയ്യുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ആ വ്യക്തിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസവും ആ വിശ്വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മുഖാന്തരം നമ്മൾ നേരിടുന്ന കഷ്ടതകളെ മറികടക്കുവാൻ നാം പ്രാപ്തരായിത്തീരുന്നതുമെല്ലാം ദൈവം നമുക്ക് ആ വിശ്വാസവും കഷ്ടത അനുഭവിക്കാനുള്ള വരം, കഷ്ടത അനുഭവിക്കുവാനും തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന ആ വരവും നിമിത്തമാണ്. അപ്പോൾ ഇതൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് വിശ്വാസത്തിൽ നിലനിൽക്കുവാനും കഷ്ടതകളെ മറികടക്കുവാനും സാധിക്കുന്നത്. ഒരു വിശ്വാസിക്ക് കഷ്ടതയെ മറികടക്കുവാനുള്ള വരവും കൂടി ദൈവം നൽകിയിട്ടുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. അപ്പോൾ പലപ്പോഴും മനുഷ്യന് തന്നിൽ തന്നെ ഒരു അഹങ്കാരം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അവൻ ചിന്തിക്കുകയാണ് താൻ ഇതെല്ലാം തന്റെ കഴിവിനാൽ നേടിയെടുക്കുകയാണ് എന്നുള്ളത്. പലപ്പോഴും വിശ്വാസികളും ചിന്തിക്കുന്നത് ഞാൻ ഇന്നുവരെ നിലനിന്നത് എന്റെ കഴിവിനാലാണ് എന്നാണ്. എന്നാൽ ഇവിടെ വചനം വളരെ വ്യക്തമായി പറയാണ്: ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. ഓരോ വ്യക്തിയിലുമുള്ള വിശ്വാസത്തിന്റെ അളവിന് വ്യത്യാസമുണ്ട്. ദൈവമാണ് ഓരോ വ്യക്തിക്കും വിശ്വാസത്തെ നൽകുന്നത്. അത് അവൻ ഓരോരുത്തർക്കും ഓരോ അളവിലാണ് നൽകുന്നത്. അതുകൊണ്ട് ഒരുവന് തന്റെ കഷ്ടതയുടെ മധ്യത്തിൽ ക്രിസ്തുവിൽ നിലനിൽക്കാൻ സാധിച്ചുവെങ്കിൽ ദൈവം അവന് വിശ്വാസത്തെ നൽകിയത് കൊണ്ടാണ്. അവന്റെ കഴിവുകൊണ്ടോ അവന്റെ മറ്റേതെങ്കിലും ക്വാളിറ്റീസ് കൊണ്ടോ ഒന്നുമല്ല അവന് ക്രിസ്തുവിൽ നിലനിൽക്കാൻ സാധിക്കുന്നത്. ദൈവം അവന് വിശ്വാസം ദാനമായി നൽകിയത് കൊണ്ടാണ്. ദൈവമാണ് ഒരുവന്റെ വിശ്വാസത്തിന്റെ അളവിനെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളിൽ തന്നെ ഒന്നും അഹങ്കരിക്കുവാനില്ല. ഇന്നുവരെയും ക്രിസ്തുവിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. അപ്പോൾ രക്ഷയ്ക്കാനുള്ള വിശ്വാസം എന്നുള്ളത് ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ്. ദൈവമാണ് നമുക്ക് വിശ്വാസം ദാനമായി നൽകിയത് എന്നുള്ളത് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് പഠിക്കുവാൻ സാധിക്കും. എങ്കിലും നാം മനസ്സിലാക്കിയിരിക്കുക, നമ്മളിലുള്ള വിശ്വാസം അത് മാനുഷികമായ കഴിവുകൊണ്ട് നാം നേടിയെടുക്കുന്നതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ആ വിശ്വാസം എന്നുള്ളത്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ നായകൻ കർത്താവായ യേശുവാണ്. എന്ന് പറഞ്ഞാൽ ജീവനായകൻ എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ നായകൻ, വിശ്വാസത്തിന്റെ സൃഷ്ടാവ് അത് കർത്താവായ യേശുവാണ്. അത് മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിന് പൂർത്തീകരണം വരുത്തുവാൻ സാധിക്കുന്നതും യേശുവിന് മാത്രമാണ്. നാം ചിന്തിക്കും നമ്മുടെ വിശ്വാസത്തിന് പൂർത്തീകരണമൊക്കെ അത് നമ്മുടെ കഴിവുകൊണ്ട് നേടിയെടുക്കുന്നതാണെന്ന്. ഒരിക്കലുമല്ല. ആ വിശ്വാസ ജീവിതം പൂർത്തീകരിക്കണമെങ്കിൽ ദൈവത്തിന് ഹിതമുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം വിജയകരമായി നയിക്കണമെങ്കിൽ ക്രിസ്തു തന്നെ നമുക്ക് മുമ്പായി കടന്നു പോകണം. ക്രിസ്തുവാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പൂർത്തീകരണം വരുത്തുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് സാധിച്ചത് ദൈവം വിശ്വാസം നമുക്ക് ദാനമായി നൽകിയത് കൊണ്ടാണ്. നമ്മുടെ ഫ്രീ വില്ല് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നല്ല വിശ്വാസം എന്നുള്ളത്. കാരണം ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്ത് രക്ഷ നമുക്ക് സൗജന്യമായി നൽകുന്നത്. അതുകൊണ്ട് ആ രക്ഷയ്ക്ക് നമ്മളെ മതിയാക്കുന്ന വിശ്വാസവും അത് ദൈവത്തിന്റെ ദാനമാണ്. അത് സ്വന്തം കഴിവിനാലോ നമ്മളെ തിരഞ്ഞെടുപ്പിനാലോ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ വിശ്വാസം എന്നുള്ളത് അത് ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് നാം ജീവിതത്തിൽ എന്നും ദൈവം നമുക്ക് നൽകിയ ദാനമായ വിശ്വാസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടുന്നത് ആവശ്യമാണ്.
ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.